गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, മകരം 13 മുതൽ 19 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ബുധനും രവിയും ലാഭസ്ഥാനത്ത് ശനിയും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായും വിദ്യാഭ്യാസപരമായും അനുകൂലമായ കാലമാണ്. ശത്രുനാശവും സന്തോഷവും ഉണ്ടാകും. കർമ്മഗുണം വർദ്ധിക്കും. കാര്യവിജയം ഉണ്ടാകും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനാഗമത്തിന് സാധ്യത. സർപ്പാരാധനയും ഗണപതി ഭജനവും നടത്തുന്നത് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കും. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ധനസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും കർമ്മസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് ലാഭസ്ഥാനത്തുമായി ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ആലോചനക്കുറവ് കൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത്. ഭാഗ്യക്കുറവും സർക്കാരിൽ നിന്ന് ദോഷാനുഭവങ്ങളും ഉണ്ടായേക്കാം. കാര്യതടസ്സം ഉണ്ടാകാം. മനപ്രയാസത്തിനിട നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ധൈര്യത്തോടെ വിപരീത സാഹചര്യങ്ങളെ നേരിടാൻ സാധിക്കും. സുഖഭോജനവും സന്തോഷവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും അഷ്ടമത്തിൽ ബുധനും രവിയും ഭാഗ്യസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായ ശുക്രനും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖം വർദ്ധിക്കും. രക്തസംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. സന്താന ഗുണം വർദ്ധിക്കും. സ്ത്രീകൾ നിമിത്തം വിഷമതകൾ ഉണ്ടാകാം. കലഹപ്രവണത ഉടലെടുക്കും. കർമ്മഗുണം കുറയും. ധർമ്മപ്രവർത്തികൾക്ക് തടസ്സം നേരിടും. ദോഷപരിഹാരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതി, ശിവപ്രീതി, ഗണപതി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് ബുധനും രവിയും അഷ്ടമത്തിൽ ശനിയും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായ ശുക്രനും ലാഭസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്വജനവിരോധവും മനോദുഃഖവും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. ശാരീരികമായ അധ്വാനം വർദ്ധിക്കും. ശരീരസുഖം കുറയും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് ബുധനും രവിയും കളത്രസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായ ശുക്രനും കർമ്മസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യവിജയവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും. രോഗങ്ങൾ ശമിക്കും. ആഗ്രഹസാഫല്യം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലേ നടക്കുകയുള്ളൂ. അലച്ചിൽ വർദ്ധിക്കും. ധനസ്ഥിതി മെച്ചപ്പെടും. സ്ഥാനചലനം ഉണ്ടായേക്കാം. ഗൃഹം, ഭൂമി എന്നിവ അധീനത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ബുധനും രവിയും ശത്രുസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ശുക്രനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സന്താന ഗുണം കുറയും. മാനസിക സമ്മർദ്ദം വർദ്ധിക്കും. അനുഭവ ഗുണം വർദ്ധിക്കും. ശത്രുശല്യം കുറയും. സ്ത്രീകൾ നിമിത്തം ദുരനുഭവങ്ങൾക്ക് സാധ്യത. കുടുംബസൗഖ്യം ഉണ്ടാകും. ആജ്ഞാശക്തി വർദ്ധിക്കും. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ബുധനും രവിയും പുത്രസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ശുക്രനും അഷ്ടമത്തിൽ വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനലാഭവും ബന്ധുസമാഗമവും ഉണ്ടാകും.
രോഗങ്ങൾ വർദ്ധിക്കും, അനുഭവ ഗുണം കുറയും, ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകും, ശത്രുശല്യവും മനോവിഷമങ്ങളും ഉണ്ടാകും, യാത്രാക്ലേശവും കഷ്ടതയും അനുഭവിക്കേണ്ടതായി വരും, ശരീരത്തിന് ബലക്കുറവും ധാതുക്ഷയവും അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദര സ്ഥാനത്ത് ബുധനും രവിയും, സുഖസ്ഥാനത്ത് ശനിയും, സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ശുക്രനും, കളത്രസ്ഥാനത്ത് വ്യാഴവും, അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സഹോദര ഗുണം കുറയും, ശത്രുശല്യം വർദ്ധിക്കും, ഗൃഹവാഹനാദി സൗഖ്യവും സന്തോഷവും ഉണ്ടാകും, അനുഭവ ഗുണം വർദ്ധിക്കും, കലഹപ്രവണത നിയന്ത്രിക്കണം, സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും, ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം, സാമ്പത്തിക സ്ഥിതി മോശമാകുകയില്ല, കാര്യതടസ്സവും വ്രണാദി രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, സുബ്രഹ്മണ്യപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ബുധനും രവിയും, സഹോദരസ്ഥാനത്ത് ശനിയും, സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ ശുക്രനും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, കളത്രസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത, നയനരോഗങ്ങൾ ഉണ്ടായേക്കാം, മനസുഖം കുറയും, സ്ഥാനപ്രാപ്തിക്കുള്ള അവസരങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക, ബന്ധുക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, വാഹന ശയനസുഖം ഉണ്ടാകും, മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെ കരുതിയിരിക്കുക, ദാമ്പത്യ കലഹത്തിന് സാധ്യത കാണുന്നുണ്ട്, വയറിന് അസുഖം വരാതെ ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും രവിയും, ധനസ്ഥാനത്ത് ശനിയും, ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ശുക്രനും, പുത്രസ്ഥാനത്ത് വ്യാഴവും, ശത്രുസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുക്കളിൽ നിന്നും ധനലാഭത്തിന് സാധ്യത കാണുന്നു. എഴുത്തുകുത്തുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, കോപം നിയന്ത്രിക്കണം, സഞ്ചാരക്ലേശം വർദ്ധിക്കും, ധനസ്ഥിതി മാറ്റമില്ലാതെ തുടരും, വിദ്യാർത്ഥികൾ ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതാണ്, ഐശ്വര്യം വർദ്ധിക്കും, ദാമ്പത്യ സൗഖ്യവും പുത്രലാഭവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനി, ജന്മത്തിലും ധനസ്ഥാനത്തുമായ ശുക്രൻ, സുഖസ്ഥാനത്ത് വ്യാഴം, പുത്രസ്ഥാനത്ത് കുജൻ, വ്യയസ്ഥാനത്ത് ബുധനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും, ധനസ്ഥിതി മെച്ചപ്പെടും, അനുഭവ ഗുണം വർദ്ധിക്കും, നാൽക്കാലികളിൽ നിന്ന് ഭയത്തിന് സാധ്യത, സന്താന ഗുണം കുറയും, ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ ഭരിക്കും, ശത്രുശല്യം വർദ്ധിക്കും, കടങ്ങൾ വരുത്തി വയ്ക്കാതെ ശ്രദ്ധിക്കുക, കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്ത മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിലും വ്യയസ്ഥാനത്തുമായ ശുക്രനും, സഹോദരസ്ഥാനത്ത് വ്യാഴവും, സുഖസ്ഥാനത്ത് കുജനും, ലാഭസ്ഥാനത്ത് ബുധനും രവിയും, വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശയന സുഖാനുഭവവും മൃഷ്ടാന ലാഭവും ഉണ്ടാകും, ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം, സ്ഥാനചലനത്തിന് സാധ്യത കാണുന്നു, ബന്ധുഗുണം കുറയും, മധുരവാക്കുകളിലൂടെയുള്ള കാര്യസാധ്യം ഉണ്ടാകും, കുടുംബസൗഖ്യം ഉണ്ടാകും, കർമ്മപുഷ്ടി അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക.